മോർണിംഗ് വൈബ്സിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ കോഴിക്കോടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്നുള്ളൊരു ദാരുണമായ അപകട വാർത്തയിലേക്കാണ്. കോഴിക്കോട് നഗരത്തിൽ ദാരുണ അപകടം. രോഗിയുമായി പോയ ആംബുലൻസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് കത്തി. ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗി വെന്തു മരിച്ചു. നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, അതിദാരുണം എന്നല്ലാതെ എന്താ പറയുക എന്നുള്ളൊരു അവസ്ഥയാണ്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവം എന്നത് നമുക്ക് പറയാം. പുലർച്ചെ 3:30 സംഭവം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ മിംസ് ആശുപത്രിയുടെ സമീപത്ത് വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. മിംസ് ആശുപത്രിയിലേക്ക് രോഗിയുമായി വന്നിരുന്ന ശസ്ത്രക്രിയയിൽ വിജയമാകാൻ എത്തിയിരുന്ന നാദാപുരം സ്വദേശി സുജോജിനെയാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഒപ്പം മിംസിന്റെ ജീവനക്കാരും ഏതാനും ബന്ധുക്കളും ഉണ്ടായിരുന്നു. ഈ എത്തിച്ചിരുന്ന ആംബുലൻസ് മിംസിൽ ഏതാണ്ട് അടുത്തെത്തിയപ്പോഴേക്ക് നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറുകയും അതേ തുടർന്ന് ആ ഇടിയുടെ ആഘാതത്തിൽ കത്തുകയുമായിരുന്നു. എന്തായാലും വലിയ സ്ഫോടനത്തിലൂടെ ആംബുലൻസിനെ തീപിടിക്കുകയാണ് ഉണ്ടായത്. ഈ അപകടത്തിലാണ്, ഈ തീപിടുത്തത്തിലാണ് ഈ സുലോചന വീണ്ടും മരിച്ചിരിക്കുന്നത്. ഒപ്പം ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾക്ക് പരിക്കുകളുണ്ട്. പക്ഷെ അവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവരുടെ നില തൃപ്തികരമായി തന്നെ തുടരുകയാണ്. എന്തായാലും വലിയൊരു ദുരന്തമാണ് രാവിലെ ഇന്ന് കോഴിക്കോട് നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത്. ശസ്ത്രക്രിയ നടത്തുന്നതിനായാണ് സുലോചനയെ ഈ മിംസ് ആശുപത്രിയിൽ കൊണ്ടുപോയി ആ വരുന്ന വഴിയിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോമറിലേക്ക് തിരിച്ചു കയറി ട്രാൻസ്ഫോമർ പൊട്ടിച്ചെറിച്ച് വലിയ ശബ്ദത്തോടുകൂടി ഈ വാഹനത്തിൽ തീയുണ്ടാവുകയായിരുന്നു. എന്തായാലും ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ സ്ഥലത്തെത്തി വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. എന്തായാലും ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സുലോചന മരണപ്പെട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ്, ഈ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു അല്ലേ? അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്നാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചിരിക്കുന്നത്. അവരുടെ പരിക്ക് വലിയ ഗുരുതരമുള്ള പരിക്കുകളല്ല, അവർക്ക് പരിക്കുകളേക്കുന്നു. പക്ഷെ അത്രമേൽ ഗുരുതരമായ പരിക്കുകളായിരുന്നില്ല. ഒരുപക്ഷെ വളരെ പെട്ടെന്ന് വാഹനത്തിൽ നിന്നും ഈ രക്ഷപ്പെടാൻ മറ്റുള്ളവരെ പോലെ പുറത്തേക്കൊന്നും പോവാൻ ഈ ശസ്ത്രക്രിയക്കായി കൊണ്ടുവന്നിരുന്ന സുലോചനയ്ക്ക് കഴിയാൻ പറ്റാതെ വന്നതായിരിക്കും ഒരുപക്ഷെ അവർക്ക് ജീവനഷ്ടമാവാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. വളരെ പെട്ടെന്നാണ് ആ സംഭവം ഉണ്ടായത്. നമുക്കറിയാം, ഈ 3:30 സമയം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വാഹനം ഓടിക്കുമ്പോൾ പോലും ഒരു പാതി മയക്കത്തിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവാൻ സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല. എന്താണ് ഇതിലേക്ക് നയിച്ച സാഹചര്യം? ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ, അല്ലെങ്കിൽ വാഹനത്തിൽ എന്തെങ്കിലും സാങ്കേതിക തകരാറുകളാണോ, അല്ലെങ്കിൽ വഴിയിലെ മറ്റെന്തെങ്കിലും തടസ്സങ്ങളാണോ ഇത്തരത്തിൽ വാഹനം നിയന്ത്രണം വെട്ടി ട്രാൻസ്ഫോമറിലേക്ക് തിരിച്ചു കയറാൻ എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ചിത്രം ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഡ്രൈവർക്കും മറ്റ് വാഹനത്തിലുള്ളവർക്കും സാരമായ പരിക്കുകളില്ല. സുലോചനയ്ക്ക് മാത്രമാണ് മാരകമായ രീതിയിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അക്കാര്യങ്ങൾ നീങ്ങിയത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നഗരത്തിലാണ് ഈ ദാരുണമായ അപകടം സംഭവിച്ചത്. രോഗിയുമായി പോയ ആംബുലൻസ് ആണ് നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് കത്തിയത്. ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗി നാദാപുരം സ്വദേശി സുലോചന